പ്രവാസ ലോകം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഹരിത ഹരീഷ് എന്ന ഗായികയുടെ വിശേഷങ്ങളാണ് ഇനി ഗൾഫ് ഇൻസൈറ്റിൽ. നിരവധി പുരസ്കാരങ്ങൾ നേടിയ അമീബ ഉൾപ്പെടെ 4 ചിത്രങ്ങളിലാണ് ഹരിത പാടിയത്. ഇതുകൂടാതെ 20-ലധികം ആൽബങ്ങളിലായി 40ഓളം പാട്ടുകളും ഹരിതയുടേതായി പുറത്തുവന്നു. പ്രവാസ ലോകത്തു നിന്നും മറ്റൊരു കലാകാരി കൂടി മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് ഹരിത തൻ്റെതായ സാന്നിധ്യം അറിയിച്ചത്. മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം നേടിയ അമീബയിലെ ഈ പാട്ടാണ് ഹരിതയെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയയാക്കിയത്. ഗാനരചന നടത്തിയ ബാലചന്ദ്രനാണ് ഹരിതയ്ക്ക് അമീബയിലേക്കുള്ള അവസരം ഒരുക്കി നൽകിയത്. തുടർന്ന് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 3 സിനിമകൾ കൂടി ഹരിതയെ തേടിയെത്തി. ധനയാത്ര, വിദൂരം തുടങ്ങിയ ചിത്രങ്ങളിലാണ് പിന്നീട് ഹരിത പാടിയത്. ഒരു തമിഴ് ചിത്രത്തിലും ഹരിത പാടി. ധനയാത്രയിൽ നായികയായ ശ്വേതാ മേനോന്റെ ചെറുപ്പകാലവും ഹരിത അവതരിപ്പിച്ചു. ഇരുപത്തിയഞ്ചോളം സംഗീത ആൽബങ്ങളിലായി 40ഓളം പാട്ടുകൾ ഹരിതയുടേതായി പുറത്തുവന്നു. പി ജയചന്ദ്രനൊപ്പം ഹരിത പാടി അഭിനയിച്ച ലീലാതരംഗം എന്ന ഭക്തിഗാന ആൽബത്തിലെ പാട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ലീലാതരംഗത്തിൽ 4 പാട്ടുകളാണ് ഹരിത പാടിയത്. കണ്ണൊന്നടച്ചാൽ നിന്നടുത്തെത്തും നീലക്കാർമുകിൽ വർണ്ണനവൻ പൊന്നോട കുഴൽ പീലി തിരുമുടി ചെഞ്ചൊടി ശ്രീവത്സമുദ്രയുമായി കണ്ണനെ കാണാനെന്തു വേണം? കണ്ണൊന്നടച്ചാൽ നിന്നടുത്തെത്തും. 2014 അമ്മേ മഹാമായ എന്ന ഹരിതയുടെ ആദ്യ സംഗീത ആൽബം പുറത്തിറങ്ങിയത്. നല്ല ശബ്ദവും സംഗീതത്തോടുള്ള അടങ്ങാത്ത പ്രണയവുമാണ് ഹരിതയുടെ കരുത്ത്. മെലഡികളോടാണ് ഹരിതയ്ക്ക് കൂടുതൽ ഇഷ്ടം. 3.5 വയസ്സിൽ തുടങ്ങിയതാണ് സംഗീത പഠനം. സംഗീതാഭിരുചി തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ ഹരിതയെ ആ വഴിയിലൂടെ തന്നെ നടത്തി. മികച്ച അധ്യാപകർക്ക് കീഴിൽ സംഗീത പഠനത്തിനുള്ള അവസരവും ഒരുക്കി നൽകി. ഷാർജയിൽ ബിസിനസ് ചെയ്യുന്ന ഹരീഷ് കുമാറിൻ്റെയും സ്മിതയുടെയും മകളാണ് ഹരിത. 3.5 വയസ്സ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങിയായിരുന്നു. അച്ഛനും അമ്മയും പാട്ട് പാടില്ല. അമ്മയുടെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ മൃദംഗം വായിക്കുമായിരുന്നു. അച്ഛനും അമ്മയും എൻ്റെ കുഞ്ഞിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയായിരുന്നു, അത്തീന മ്യൂസിക് സെൻറ്റർ. അതിലൊക്കെ പാട്ടും ഡാൻസുമായിട്ട് അങ്ങനെ ക്ലാസ്സിലിരിക്കും. അങ്ങനെ ആവണം പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. UAE-യിലെ സംഗീതവേദികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഹരിത. കാസർഗോഡ് അസോസിയേഷൻ്റെതടക്കം നിരവധി പരിപാടികളിൽ ഹരിത പാട്ടുകൾ പാടി. 3ാം ക്ലാസ് മുതലാണ് വേദികളിൽ കയറി തുടങ്ങിയത്. സംഗീത കച്ചേരികളും ധാരാളം അവതരിപ്പിച്ചു. വിജയ് യേശുദാസ്, KS ചിത്ര, വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർക്കൊപ്പം വേദികൾ പങ്കിട്ടു. എങ്കിലും പി ജയചന്ദ്രനൊപ്പം പാടാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമായാണ് ഹരിത കാണുന്നത്. കണ്ണനെ എൻ മനക്കള്ളനെ
ഗോവിന്ദനെ സുന്ദരാംഗനേ കണ്ണനെ എൻ മനക്കള്ളനേ ഗോവിന്ദനെ സുന്ദരാംഗനേ. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാട്ട് പാടിയതിന് ശേഷം എഡിറ്റിങ്ങിൻ്റെ സമയത്ത് മ്യൂസിക് ചെയ്യുമ്പോൾ അപ്പോൾ വീണ്ടും വിളിച്ച് പാട്ടൊക്കെ ശരിയായോ, പാട്ട് കേൾക്കണം എന്നൊക്കെ. ഷൂട്ടിങ്ങിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പാട്ട് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പാട്ട്. എസ് ജാനകിയെയും കെ എസ് ചിത്രയെയും എല്ലാം ആരാധിക്കുന്ന ഹരിതയ്ക്ക് വലിയൊരു പാട്ടുകാരിയായി തീരണമെന്നാണ് ആഗ്രഹം. ഒപ്പം ഒരു ഡോക്ടറായി തീരണമെന്ന ആഗ്രഹവും ഹരിതയ്ക്കുണ്ട്. സംഗീതത്തിനും പഠനത്തിനും തുല്യ പ്രാധാന്യമാണ് ഹരിത നൽകുന്നത്. പ്രവാസം അവസാനിപ്പിച്ച് തൃശ്ശൂരിലേക്ക് മാറിയിരിക്കുകയാണ് ഹരിത. തൃശ്ശൂർ ദേവമാതാ സ്കൂളിലാണ് ഇപ്പോൾ പഠനം. വാമനൻ നമ്പൂതിരിയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതവും ഹരിത അഭ്യസിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ കലാകാരിയുടെ തീരുമാനം. കരിമേഘജാലം നിറയുന്ന വാനിൽ മിഴിപൂട്ടി നിൽപ്പാണു സൂര്യൻ, താഴെ മഴ കാത്തു നിൽപ്പാണു ഭൂമി, തനിയെ പറന്നമ്മ കിളിയെങ്ങു പോയിനി തളരല്ലേ താമരക്കുരുവി, മഴ നനയാതെ ഞാൻ കൂടൊരുക്കാം. അവിടെയാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. മീൻസ് റെക്കോർഡിങ് ചെയ്യാനൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ കുറേ ക്ലാസ്സസൊക്കെ മിസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞ് നന്നായി പഠിക്കാനും പാട്ട് കൊണ്ടുപോകാനും അവിടെ തന്നെയാണ് നല്ലത്. വലിയ വലിയ സിംഗേഴ്സിൻ്റെ കൂടെ അവിടെ റെക്കോർഡ് ചെയ്യാൻ വീണ്ടും ഈസിയർ ആയിരിക്കും. അത് കാരണമാണ് നാട്ടിൽ പോയത്. വഴികൾ താണ്ടി ഞാൻ അണയുന്നു അംബാപുരീശ്വരി നിൻ മുന്നിൽ. കേരളത്തിലേക്ക് മാറിയപ്പോൾ സംഗീതരംഗത്ത് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് ഹരിത പറയുന്നത്. ഏതാനും സിനിമകൾ കൂടി ഹരിതയെ തേടിയെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്കൂൾ കലോത്സവങ്ങളിലടക്കം കൂടുതൽ വേദികളും ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ കലാകാരി. ഒന്നും മൂന്നും ചൊല്ലിച്ചോടിച്ചൊരു കാലം, രണ്ടും നാലും കൂട്ടിപ്പിടിച്ചൊരു കാലം, ഒന്നും മൂന്നും ചൊല്ലിച്ചോടിച്ചൊരു കാലം, രണ്ടും നാലും കൂട്ടിപ്പിടിച്ചൊരു കാലം. അറിയാമോ ഹമേ വളരുമോ എന്നിൽ നീ, ഓർമ്മകൾ മായവേ എന്നിലെ ഗാനവും പറയാതെ വന്നുപോ ഇന്നലെ എന്ന പോലെ. ഒന്നും മൂന്നും ചൊല്ലിച്ചോടിച്ചൊരു കാലം, രണ്ടും നാലും കൂട്ടിപ്പിടിച്ചൊരു കാലം.